ചേട്ടാ എന്നെത്തി ഞാൻ 2 ദിവസമായി. എന്തൊക്കെ പരിപാടികളെ? നല്ല വിശേഷം, സുഖമായിട്ട് പോകും. പോകണ്ടേ? അതെ, ഇല്ല, ഇനി ഞാൻ പോകുന്നില്ല. ഇനി ഞാൻ ഒരു വീട് വെക്കണം, അപ്പൊ അതിൻ്റെ ഒരു സ്ഥലം നോക്കി കൊടുക്കാൻ. എവിടെയും കണ്ടു വെച്ചിട്ടുണ്ടോ? ഞാൻ ഒരു 3-4 പോയി നോക്കി, ഒന്നും കണ്ടൊന്നും ശരിയായിട്ടില്ല. ശരി, ഏതിലുണ്ടോ അറിവില്ല എന്തെങ്കിലും? നമ്മുടെ കുഞ്ഞുമണിയൊക്കെ കേൾക്കണേ, മുമ്പേക്ക് തല പരിപാടി. റിയൽ എസ്റ്റേറ്റ് അല്ലേ, സംസാരിച്ചു നോക്കാം നമുക്ക്. അസ്സലാമു അലൈക്കും. എന്താ വർത്താനം? അറിയോ ഞാൻ ഹംസാഖാന്റെ? ഞാൻ 2 ദിവസമായി. സുഖല്ലേ? എന്താ ബ്രോക്കർ പണിയാ? ഇടക്കിടക്ക് വേറെ പണിക്കൊക്കെ കഴിയാത്തോണ്ടേ പിന്നെ ഓന് പേര് വെക്കാൻ പറ്റിയ നല്ല ഒരു സ്ഥലമാണ്. ഒരു 4-5 സൈറ്റ് ഉണ്ട്. നല്ല വഴിയും സൗകര്യം വെള്ളം കിട്ടുന്നതും വണ്ടി പിറ്റത്ത് കൊടുക്കും. അതല്ലേ, ഇന്ന് മൂപ്പരൊക്കെ ഒന്ന് പോയി നോക്കി. നമുക്കൊന്ന് പോയാലോ? ഫ്രീ ആണോ? അപ്പൊ ഫ്രീ പോയി നോക്കാം നമുക്ക്. പോയോട്ടോ, പിന്നെ കാണാം. ഇതിങ്ങനെ എങ്ങനെ 2 സൈഡ് റോഡാ അല്ലേ? 2 സൈഡ് റോഡാണ്. നമുക്ക് ഏത് ഭാഗത്തും വീട് എടുക്കുകയാണെങ്കിൽ ഈ ഭാഗത്തും അതും റോഡാണ്. സമചതുരം. ഇതിപ്പോ എന്താ ചോദിക്കണാവല്ലേ? ഇതിനിപ്പോ 4 റുപ്യ ചോദിക്കണ്. 4 ലക്ഷം? 4 ലക്ഷം. റോഡിന് 2 മെയിൻ റോഡല്ലേ? അത് നടക്കും. പിന്നെ കുറച്ചും കൂടി പാകത്തിന് നോക്കി കുറച്ച് ഉള്ളിക്ക് പോയേക്കേണ്ടി വരും. എന്നാ കുറച്ച് നോക്കാം. ഉള്ളിക്ക് അത്രക്ക് ഉള്ളിക്ക് പോകാതെ വണ്ടി വേണുണ്ട്. എന്നാ ശരി, കയറി നോക്കാം. ആയിക്കോട്ടെ. നല്ല സൂപ്പർ സ്ഥലം കണ്ടോ, പെരക്ക് പറ്റിയ നേരത്തെ കൂടി വേണ്ട. നല്ല നിരപ്പല്ലേ? നല്ല നിരപ്പ. 1 ഏക്കർ സ്ഥലം, 1 ഏക്കറും ചില്ലറയുണ്ട്. ഒന്നിച്ച് നമുക്ക് 10-15 വേണമെങ്കിൽ മോഡൽ തിരിച്ചു തരും. നമുക്ക് എത്ര വണ്ടി തിരിച്ചു തരും. മുറിച്ചു തരും. പിന്നെ എന്താ ഇത് കുഴപ്പമില്ല. ഇവിടെ ചെറിയ ഒരു മസാല ഉണ്ട്. ഇവിടെ ശ്മശാന. മസാല. ഇത് കുട്ടികൾക്ക് ചിലപ്പേ വിലയൊക്കെ വില പാകാണ്. ഒരു 1-1.25 ഉറുപ്പിക. വില ഒന്നും കുഴപ്പമില്ല. ഇവിടെ അടുത്തടുത്ത് വീടുകളുണ്ട്. ഇവിടെയൊക്കെ കാര്യം ചെയ്യാം. വേറെ 2-3 ഉണ്ടല്ലോ, അതുകൊണ്ട് നോക്കിയിട്ട് നമുക്ക് സംസാരിക്കാം. ഇവിടെ പോയി നോക്കാം. നല്ല സൂപ്പർ സ്ഥലമാണ്. സ്ഥലമൊന്നും കുഴപ്പമില്ല. ഇവിടെ അടുത്ത് പള്ളി, മദ്രസ എല്ലാം അടുത്ത്. അങ്ങാടിയാണല്ലോ? അങ്ങാടിയാണ്. റോഡാണതേ. നമ്മൾ ടീം നാളെ വരാന്നൊക്കെ പറഞ്ഞു. ആണോ? വില എങ്ങനെയാ? വില ഒരു 7.25 ലിറ്റർ. ഞാൻ നിങ്ങളോട് പറഞ്ഞെന്താ, നിങ്ങൾ വെറുതെ കുറെ സ്ഥലം കാണിച്ചതിന് കാര്യമില്ല. ടൗണല്ലേ? അല്ല, അതുകൊണ്ട് കാര്യമില്ല. ഞാൻ എന്താ പറഞ്ഞ ചേട്ടൻ നിങ്ങളോട് എന്താ പറഞ്ഞത്, എനിക്ക് എന്താ ഒരു മിതമായ റേറ്റിലുള്ള സാധനമാണ്. പിന്നെ കുറെ ഓടി നടന്നത് കാര്യം. നിങ്ങൾ നല്ലൊന്നും നോക്കി അറ്റത്ത് പോയി നോക്കാം. പിന്നെ പോയി നോക്കാം. നിങ്ങൾ ആദ്യം പറഞ്ഞ സ്ഥലം നോക്കാം. അത് നോക്കാം. പറഞ്ഞു നോക്കാം. അത് മതി. ആയിക്കോട്ടോ. വെറുതെ കുറെ സ്ഥലം ഓടി നടന്നത് കാര്യം കേട്ടോ. എനിക്ക് സമയമില്ല. അതുകൊണ്ട് കയറി. ഇത് തിരക്കില്ല. ഇതിപ്പോ ആരുടെ സ്ഥലം എന്ന് പറഞ്ഞത്? നമ്മളെ മാനോക്കല്ലേ? ഏത് മാനോക്ക? ആ ചായക്കട അടുത്ത് മാനോക്കല്ലേ? പാത്രം കിട്ടും ചെയ്യും. നമ്മളെ ആളാണ് തന്നെയല്ലേ? എന്നാ പിന്നെ ഇതൊന്നും സംസാരിക്കല്ലേ നമുക്ക്? ഇത് നോക്കല്ലേ? ആയിക്കോട്ടെ. ഇത് സംസാരിക്കാം. 8 കോല് കണ്ണൂർ വെള്ളം തന്നെ പാത്രം കിട്ടുമല്ലോ? പാത്രം കിട്ടും. അവനൊക്കെ നമ്മൾ കണ്ടു വെക്കാം. അത് കുറച്ച് തിടുക്കത്തിലാണ്. ആണല്ലേ? അത് നോക്കാം നമുക്ക്. ആയിക്കോട്ടെ. നാളെ സംസാരിക്കാം. ആയിക്കോട്ടെ, നാളെ സംസാരിക്കാം. ആയിക്കോട്ടെ. ഹലോ ആഷിക. ആരാ? ഷബീറടാ. ഇല്ല, മനസ്സിലായില്ല. ആരാണ്? ദുബായിത്തെ ഷബീർക്ക പറയ്. എടാ, ഈ എപ്പോഴും ആ ചാലിയറിന്റെ അവിടെ തന്നെ അല്ലേ? അവിടെ തന്നെയാണേ. ഞാനേ അവിടെ ഒരു സ്ഥലം നോക്കി, ആ കമ്പനിന്റെ അടുത്തായിട്ട്. അത് മനസ്സിലായോ? സ്ഥലം അറിയാ, നല്ല സ്ഥലമാണ്. ആരാ മുട്ടിച്ചെന്ന്? അതൊരു ബ്രോക്കറല്ലേ, മറ്റേ കുഞ്ഞുമണിയൊക്കെ. 2% കമ്മീഷൻ കൊടുക്കേണ്ടി വരും. എന്തിനാ അതിന്റെ ആവശ്യമൊക്കെ? എന്തിനാ ബ്രോക്കർമാരെയൊക്കെ ഏൽപ്പിക്കണേ? എന്താ ഞമ്മക്ക് അറിയണ സ്ഥലല്ലേ അത്? നമ്മളെ മാനോക്കല്ലേ? ഏത് മാനോക്കന്റെ? നമ്മൾ ചായക്കട. മാനോക്കാന്റെതാണ്. എന്തിനാ വെറുതെ 2% കമ്മീഷനൊക്കെ വെറുതെ കളയണത്? ഈ പറയുന്ന കാര്യം തന്നെയാണ്. എന്നാ പിന്നെ അങ്ങനെ ചെയ്യല്ലേ? അതാ നല്ലതേ. ശരി ശരിടാ. ശരി, ഞാൻ നോക്കട്ടെ. ശരി. ഓക്കെ. എവിടുന്ന് വരും? ഞാൻ അങ്ങാടിന്നേ. ഏർപ്പാട് നടക്കല്ലേ? രാവിലെ പോവാ, വൈകുന്നേരം പോവാ. അതിന്റെ ഏർപ്പാട്. അല്ല, ആ ഷബീറിനെ സ്ഥലം കാണിച്ചു കൊടുക്കാൻ പറഞ്ഞില്ല. എന്തായി? ഷബീറിന് ഞാൻ നല്ല നല്ല സ്ഥലം 10 സ്ഥലം കാട്ടിക്കൊടുത്തിന്. ലാസ്റ്റ് മോനാക്കാൻ അവന് പറ്റീനി. പിന്നെ അതോല് തമ്മില് അണ്ടർസ്റ്റാൻഡിങ് ആയിക്കണം തോന്നുന്നുണ്ട്. അതെങ്ങനെയത്? നിങ്ങളല്ലേ കാണിച്ചു കൊടുത്ത്? ഞാനാ കാട്ടിക്കൊടുത്ത്. ഓൻ പറ്റി വിളിച്ചാന്നൊക്കെ പറഞ്ഞു. അത് ശരിയാവില്ല. നിങ്ങൾ കേറിക്ക്, അത് നമുക്ക് ചോദിക്കാലോ. കേറി. ഞാൻ പിന്നെ അതിനെ എതിർക്കാനൊന്നും പോയില്ല. നമുക്ക് ചോദിച്ചു നോക്കാലോ എന്താ പരിപാടി. ഇതിപ്പോ എന്താ ഒരു ചാല്? ഇത് മഴയത്ത് വെള്ളാണ് കുത്തിയൊളിച്ച് പോകാൻ വേണ്ടിട്ട്. അതിലിപ്പോ നമുക്ക് ലാസ്റ്റ് എത്തൂല്ലേ? അവിടെ എത്തും. അവിടുന്ന് അങ്ങോട്ട് കീപ്പട്ടിക്ക് നമ്മളതിന് സ്ഥലം എന്തായാലും പറ്റിക്കണം. ഇനിയിപ്പോ എനിക്ക് വേറെ കാര്യം കേൾക്കണം.
ഞാൻ ഇപ്പൊ കൊടുക്കാൻ കരുതിയതല്ല. ആ. ഇന്റെ ഒരു ഗതികേട് കൊണ്ട് കൊടുക്കാണ്. അതെന്ത് പറ്റി? ഇന്റെ നൂറുദ്ദീന്റെ കല്യാണാണ് ചെറുക്കന്റെ. നൂറിന് കല്യാണം? ആ ഓന്റെ കല്യാണൊക്കെ വേറെ കഥയാണ്, അത് പോട്ടെ. അപ്പൊ ഇച്ചിപ്പോ കുറച്ച് കായ് കിട്ടല് അത്യാവശ്യമാണ്. അതുകൊണ്ടപ്പൊ ഈ ഇടങ്ങാറായിപ്പോ ഈ കൊടുക്കണത്, മനസ്സിലായില്ലേ? അനവധി ബ്രോക്കർമാരൊക്കെ ഇവിടെ വന്ന്, പക്ഷെ മാണ്ടമാതിരി ഞമ്മളാ കരുതിയോടത്തേക്ക് അങ്ങോട്ട് എത്തിയിട്ടില്ല കാര്യം. ഞാൻ എന്താ ബ്രോക്കർമാരെ ഞാനും കണ്ടു, പക്ഷെ ഓൽക്കൊക്കെ ഭയങ്കര ഇതാണ്, അത് നടക്കൂല. അത് ഓലൊക്കെ കമ്മീഷൻ കേട്ടാലേ. അപ്പൊ ഇതാവുമ്പോ നമ്മൾ തമ്മിലാവുമ്പോ കമ്മീഷൻ കൊടുക്കും, മറ്റേ നിങ്ങളും കൊടുക്കണം കമ്മീഷൻ, ഞാനും കൊടുക്കണം. ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ഞാൻ നേരിട്ട് വന്ന് മുട്ടായിരിച്ചു. അതുകൊണ്ടാണ് പറഞ്ഞതിലും കാര്യമുണ്ട്. ഏതായാലും കാര്യങ്ങളൊക്കെ കാര്യങ്ങൾ എന്താ വെച്ചാല് ഞമ്മക്ക് അതിന്റെ മട്ടം പോലെയാണ് ആക്കണേ. ഓല മൂലയില് വർത്താനം പറഞ്ഞിട്ടുണ്ട്. വരി കാട്ടുക. ആരാത്? കുഞ്ഞമണി ജയനോ? അല്ല ഷബീറെ, അനക്ക് ഈ സ്ഥലം കാണിച്ചത് ഈ കുഞ്ഞുമണിയൊക്കെ അല്ലേ? ചേട്ടാ ശരിയാണ്, മൂപ്പി കാണിച്ചെന്നാണ്. പക്ഷെ വേറെ കാര്യം, ഈ സ്ഥലമാണ് ഞാൻ പിന്നെ അറിഞ്ഞത്. ഇത് ഞാനും മാനുവാക്കി തമ്മിൽ എത്ര വർഷത്തെ ബന്ധം? ഞങ്ങൾ കുറെ വർഷങ്ങൾക്ക് മുമ്പിൽ ബന്ധം. ആയിക്കോട്ടെ ഷബീറെ, നിങ്ങൾ തമ്മിൽ എന്ത് ബന്ധമൊക്കെ ശരി. അണക്ക് വണ്ടികൾ 8-10 സ്ഥലം കൊണ്ട് കാണിച്ചതല്ലേ പേരും കൊണ്ട് കണ്ട്. ഈ സ്ഥലം മൂപ്പർ നമുക്ക് കാണിച്ചു തന്നു. പിന്നെ നിങ്ങൾ ഒപ്പണം ഒന്നാകല. ശരിയാണ്, പക്ഷെ സ്ഥലം എനിക്ക് ഇതാണ് പറ്റിയത്. പക്ഷെ മാനുവാക്കി ഞാനും പഠിച്ചപ്പോൾ മുതലേ നമ്മൾ തമ്മിൽ നല്ല ബന്ധമാണല്ലോ അല്ലേ? അതൊന്നും ശരിയായ നിലപാടില്ല ഷബീറെ. അല്ല ജയ, ഇതത്താപ്പത് ഇച്ചൊന്നും തിരിഞ്ഞിട്ടില്ല. ഇവൻ ചെയ്ത പണിയൊക്കെ പൊന്നര മാനൊക്കെ ഇവന് പേരം വെക്കാൻ സ്ഥലമാണെന്ന് എന്നോട് ഒന്ന് പറഞ്ഞോ. അപ്പൊ കുഞ്ഞുമണിയാക്കാൻ ഏൽപ്പിച്ചു, കൊണ്ടുപോയി കാണിക്കാൻ. ഇവിടുത്തെ ഒരു സ്ഥലം ഉണ്ട് തരാണ്ട്. ഇയാള് പിന്നെ ഇവനും വേണ്ടി 8-10 സ്ഥലം കൊണ്ടുപോയി കാണിച്ചു. അവസാനം നിങ്ങളെ സ്ഥലം കൊണ്ടുപോയി കാണിച്ചു. അന്ന് പറ്റിന്ന് പറഞ്ഞ പോയതാ വിളിക്കാറങ്ങാണ്ട്. പിന്നെ അതിന് വിവരമൊന്നുമില്ല. പിന്നെ നിങ്ങൾ നമ്മളോട് ഒന്നായിക്കാണ് നിങ്ങൾ കച്ചവടം. ഇയാൾക്ക് ന്യൂസിട്ട് വന്നു നോക്കിയപ്പോ നിങ്ങൾ തമ്മിലുള്ള ബന്ധമൊക്കെ ശരിയുണ്ട്. പക്ഷെ ഇവരുടെ അവസ്ഥ ആലോചിക്കുന്നത്, ഇവർക്ക് കാണ്ടിന് സംക്രാന്തിക്ക് ഒരു കച്ചവടം കിട്ടിയാ കിട്ടി. അതിന് കിട്ടുന്ന ചെറിയ കമ്മീഷൻ കൊണ്ട് ഓരോ കുടുംബം കഴിഞ്ഞു പോലും. ഇത് ഈ കാട്ടിനെ ചെറ്റത്തരല്ലെങ്കിൽ പടച്ചോട് സമാധാനം വേണ്ട ഒരു ചക്കട്ടം. പൊന്നാര ജയ, ഞങ്ങൾക്ക് രണ്ടാൾക്കല്ലേ കേൾക്കണ്ടേ? ഞാൻ ഈ കഥയൊന്നും അറിഞ്ഞിട്ടില്ല. നിങ്ങൾ ഇതിൽ ഇടപെട്ട കാര്യമൊന്നും ഇങ്ങോട്ടോ പറഞ്ഞിട്ടില്ല, തൊട്ട് അറിയില്ല. അതിനിപ്പോ പറയണപ്പ ഞാൻ ഒരു കാര്യം പറയാം. കുഞ്ഞമണി ഇതിൽ ഇടപെട്ടിക്കണമെങ്കിൽ ഓ ഇല്ലാത്തൊരു കച്ചവടത്തിന് പൊന്നാരമാണ് ഇന്നെ കൊണ്ട് പറ്റൂല. ഈ ബലിയൊന്നും വണ്ടി കയറ്റിയിട്ടില്ല, കച്ചവടം കായ്ച്ചു വേണ്ട, അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇജ്ജ് അഞ്ചെ ബൈക്ക് പോയിക്കോ, ഞാൻ അഞ്ചെ പാട്ടിന് പോവുകയാണ്. ഇച്ചിഞ്ഞ ഒന്നും പറയാനില്ല. പൊന്നാര മനേജന്റെ പാട് നോക്ക്. മൂപ്പര് പറഞ്ഞാണ്ട് ശരി. സോറി, ഒന്നും വിചാരിക്കരുത്. ഞാനത് പരിചയത്തിന് കൊണ്ടങ്ങനെ അത് സാരില്ല, അത് സാരില്ല. അത് പലതും അങ്ങനെ സംഭവിക്കണം. അത് സാരില്ല. എന്നായിക്കോട്ടെ.